എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ അസ്റഫുൽ ഖൽഖി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചും സ്വർഗ്ഗത്തിന്റെ അനുഭൂതികളെ കുറിച്ചും സ്വർഗ്ഗത്തിലെ കൊട്ടാരങ്ങളെ കുറിച്ചും സ്വർഗ്ഗത്തിലെ കല്ലിനെ കുറിച്ചും അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ അനുചരന്മാരോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് ആദ്യം ഖബറിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ അല്ലാഹുവിന്റെ റസൂൽ മഹ്ശറയെ കുറിച്ച് പറഞ്ഞു, പിന്നെ നരകത്തെ കുറിച്ച് പറഞ്ഞു, പിന്നെ സ്വർഗ്ഗത്തെ കുറിച്ച് പറഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു, യാ സ്വഹാബാ ലാ യദ്ഖുലൂനൽ ജന്ന ഇല്ലാ ബിറഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകന് സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് കേട്ട് ആഗ്രഹം തോന്നിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വർഗ്ഗത്തിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ സ്വർഗ്ഗത്തിൽ കിടക്കുന്നതാരെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സ്വഹാബാ ലാ യദ്ഖുലൂനൽ ജന്ന ഇല്ലാ ബിറഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുവിന്റെ ഔദാര്യമില്ലാതെ പടച്ചവന്റെ കരുണയില്ലാതെ ഒരു മനുഷ്യനും സ്വർഗ്ഗത്തിൽ കിടക്കാൻ കഴിയൂല. അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മുടെ നിസ്കാരവും നോമ്പും ദിക്റും സ്വലാത്തും സദഖകളും സൽക്കർമ്മങ്ങളും ഇത് കൊണ്ട് സ്വർഗ്ഗത്തിൽ കിടക്കാൻ കഴിയുമെന്ന് കരുതല്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ലാ യദ്ഖുലൂനൽ ജന്ന ഇല്ലാ ബിറഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ കരുണ കൊണ്ടല്ലാതെ പടച്ചവന്റെ ഔദാര്യം കൊണ്ടല്ലാതെ ഒരു മനുഷ്യനും സ്വർഗ്ഗത്തിൽ കിടക്കാൻ കഴിയില്ലെന്ന് പ്രവാചകനെ പറഞ്ഞു കൊടുക്കുമ്പോൾ സഹാബത്ത് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അങ്ങ് സ്വർഗ്ഗത്തിൽ കിടക്കുമെന്ന് ഉറപ്പില്ലേ നബിയേ? അങ്ങും സ്വർഗ്ഗത്തിൽ കിടക്കുമെന്ന് ഉറപ്പില്ലേ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, പടച്ചവനെ കരുണ ചെയ്തവർക്കല്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കാൻ കഴിയൂല. അല്ലാഹുവിന്റെ റസൂൽ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, യാ സ്വഹാബാ, അല്ലാഹുവിന്റെ പ്രവാചകൻ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. രാവിലെ ഉറക്കപ്പായിൽ നിന്ന് ഞാനും നിങ്ങളും എഴുന്നേറ്റിട്ട് കണ്ണുകൊണ്ട് നോക്കുന്നത് പാപമാണ്, ചെവി കൊണ്ട് കേൾക്കുന്നത് പാപമാണ്, നാവ് കൊണ്ട് പറയുന്നത് പാപമാണ്, കൈ കൊണ്ട് പിടിക്കുന്നത് പാപമാണ്, കാലുകൊണ്ട് നടക്കുന്നത് പാപത്തിലേക്കാണ്, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് പോലും പാപമാണ്. ഓരോ ദിവസം കോടാരി കോടി അപരാധങ്ങൾ ചെയ്ത ദുനിയാവിന്റെ തുലിക്ക് മുകളിൽ പടച്ചവനെ മറന്നുകൊണ്ട് അഹങ്കാരികളെ പോലെ, നാൽക്കാലികളെ പോലെ, വൃത്തികെട്ട നാൽക്കാലികളെ പോലെ അതിനേക്കാളും മതപതിക്കുന്ന രീതിയിൽ ജീവിതം നയിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നമ്മൾ ജീവിച്ചാൽ എത്ര കൊല്ലം ജീവിക്കും? നമ്മൾ കൂടിപ്പോയാ 100 വർഷം വരെ ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കും. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ബനൂ ഇസ്രായേൽപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ, ഈ മനുഷ്യൻ ജീവിച്ചത് എത്ര കൊല്ലമെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഈ മനുഷ്യൻ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിച്ചത് 500 കൊല്ലമാണ് ജീവിച്ചത്. 500 കൊല്ലമാണ് ജീവിച്ചത്. എങ്ങനെയാ ജീവിച്ചതെന്നറിയുമോ? 500 വർഷം ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിച്ച ഈ മനുഷ്യനുണ്ടല്ലോ, നമ്മളെ പോലെ വെറുതെയല്ല നടന്നത്, തോന്നുമ്പോഴല്ല നിസ്കരിച്ചത്, തോന്നുമ്പോഴല്ല ദിക്ർ പറഞ്ഞത്. ഈ മനുഷ്യൻ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്തത് എവിടെയിരുന്നെന്നറിയുമോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സമുദ്രത്തിന്റെ മുകളിൽ മുസല്ല വിരിച്ചിട്ട് നിസ്കരിക്കുകയാ, സമുദ്രത്തിന്റെ മുകളിൽ മുസല്ല വിരിച്ചിട്ട് ഇബാദത്ത്
ഇബാദത്തുകൾ ചെയ്യുകയാണ്. എത്ര കൊല്ലമെന്നറിയുമോ? 500 കൊല്ലം ഇബാദത്ത് ചെയ്യുകയാ. രാവും പകലും ഇബാദത്താണ്. ഈ മനുഷ്യൻ ഉറങ്ങാറില്ല, ഈ മനുഷ്യൻ ഉറങ്ങാറില്ല. അല്ലാഹുവേ, രാവിലെ മുതൽ പാതിരാത്രി മുഴുവൻ 24 മണിക്കൂറും അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുകയാണ്. ഭക്ഷണം പോലും കഴിക്കാറില്ല. റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന സഹാബ, ഒരു റുമ്മാമ്പഴം എല്ലാ ദിവസവും ഈ മനുഷ്യൻ കഴിക്കുന്നത്. ഒരു പച്ചവെള്ളം കുടിച്ചിട്ട് അല്ലാഹുവിന് രാവും പകലും ഇബാദത്ത് ചെയ്യുകയാ. ഈ മനുഷ്യൻ മരിച്ച നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ തന്റെ അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ്, 500 കൊല്ലം ഇബാദത്ത് ചെയ്ത ഈ മനുഷ്യനുണ്ടല്ലോ, നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അല്ലാഹു ഈ മനുഷ്യരോട് പറയും, മനുഷ്യ, എന്റെ ഔദാര്യം കൊണ്ട് നീ വേണമെങ്കിൽ സ്വർഗത്തിൽ പൊക്കോ. എന്റെ കരുണ കൊണ്ട് നീ വേണമെങ്കിൽ സ്വർഗത്തിലേക്ക് കടന്നു പൊക്കോ. ഈ മനുഷ്യൻ ആ സമയത്ത് റബ്ബിനോട് പറയുമല്ലാ, എനിക്ക് നിന്റെ ഔദാര്യം കൊണ്ട് സ്വർഗം വേണ്ട, എനിക്ക് നിന്റെ ഔദാര്യം കൊണ്ട് സ്വർഗം വേണ്ട. പടച്ചവരെ, 500 കൊല്ലം രാവും പകലും പച്ചവെള്ളവും ഒരു റുമ്മാമ്പഴവും കഴിച്ചിട്ട് നിനക്ക് ഞാൻ ഇബാദത്ത് ചെയ്തവനല്ലോ, അതിന് പകരം എനിക്ക് സ്വർഗം മതി റബ്ബേ, അതിന് പകരം എനിക്ക് സ്വർഗം മതി റബ്ബേ. 500 കൊല്ലം ഇബാദത്ത് ചെയ്ത മനുഷ്യൻ നാളെ പടച്ചവന്റെ പരലോകത്ത് വെച്ച് ആരാരും തിരിഞ്ഞു നോക്കാത്ത കോടതിയിൽ വെച്ച് പടച്ചവരോട് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന, പടച്ചവനെ മലക്കുകളെ വിളിക്കുകയാ, മലക്കുകളെ വിളിക്കുകയാ. എന്നിട്ട് പറയുന്നു, ഞാൻ ഈ മനുഷ്യന് കൊടുത്ത അനുഗ്രഹത്തിന് പകരമായി, ഞാൻ ഈ മനുഷ്യന് കൊടുത്ത അനുഗ്രഹങ്ങളുണ്ടല്ലോ, ആ അനുഗ്രഹത്തിന് പകരമായി 500 കൊല്ലത്തെ ഇബാദത്ത് മതിയായോ എന്ന് ഒന്നളന്ന് നോക്കാൻ പറയുമ്പോൾ മലക്കുകൾ ചെന്ന് 500 കൊല്ലത്തെ ഇബാദത്ത് അളന്ന് നോക്കുകയാണ്. എന്നിട്ട് പടച്ചവന്റെ മുന്നിൽ വന്ന നിറകണ്ണുകളോട് തല താഴ്ത്തി വെച്ചിട്ട് പറയുന്നു, റബ്ബേ, ഈ മനുഷ്യന് നീ കൊടുത്ത അനുഗ്രഹങ്ങളില്, ഈ മനുഷ്യനല്ല നീ കൊടുത്ത അനുഗ്രഹങ്ങളില് കണ്ണെന്ന ഒരു അനുഗ്രഹമുണ്ടല്ലോ, ആ കണ്ണെന്ന അനുഗ്രഹത്തിന് പകരമായി 500 കൊല്ലത്തെ ഇബാദത്ത് മതിയോ? ഇല്ല അല്ലാ, അല്ലാഹു കൊടുത്ത കണ്ണെന്ന ഒരു അവയവത്തിന് പകരമായിട്ട് 500 കൊല്ലത്തെ ഇബാദത്ത് മതിയായില്ലെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഈ മനുഷ്യന് പടച്ചവന്റെ മുന്നിൽ കിടന്ന് കരയുകയാണ്. 500 കൊല്ലം ഇബാദത്ത് ചെയ്ത മനുഷ്യനുണ്ടല്ലോ, സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയാതെ പടച്ചവന്റെ മുന്നിൽ കിടന്ന് കരയുകയാണ്. അവസാനം അല്ലാഹുവിന്റെ കരുണ കൊണ്ടാണ് സ്വർഗത്തിലേക്ക് കടത്തിവിട്ടതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ മഖാമിന്റെ ഉറൂസിന്റെ അവസാന ദിവസം ഈ സ്വർഗത്തിലേക്ക് കടന്നു വന്നവരെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, 3 വിഭാഗം ജനങ്ങളുണ്ടല്ലോ, 3 വിഭാഗം ജനങ്ങളുണ്ടല്ലോ, അവരോട് നാളെ പടച്ചവൻ സംസാരിക്കൂല, അല്ലാഹു അവരുടെ മുഖത്ത് നോക്കൂല, അല്ലാഹു അവരോട് കരുണ കാണിക്കില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. വാപ്പയില്ല, ഉമ്മയില്ല, ഭാര്യയില്ല, മക്കളില്ല, കൂടപ്പിറപ്പില്ല, കൂട്ടുകാരില്ല, ശരീരത്തിന്റെ അവയവങ്ങളില്ല, പ്രവാചകന്മാര് പോലും തിരിഞ്ഞു നോക്കാത്ത ദിവസമാണല്ലോ. ആ ദിവസം അല്ലാഹുവിന്റെ കരുണ കൊണ്ടല്ലാതെ ഒരു മനുഷ്യനും സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ലെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയവര് ഇരിക്കുന്ന നമ്മളിൽ 3 വിഭാഗം ആൾക്കാരുണ്ടല്ലോ, അവർ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ ചെമ്പിന്റെ തറയിലെ തലയുടെ മുകളിൽ സൂര്യ ഉദിച്ചു നിൽക്കുന്ന പടച്ചവന്റെ പരലോകം അല്ലാഹുവേ, പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്നാരങ്ങളിൽ കൊടികുത്തി വെച്ച് ഇടഞ്ഞും നടന്നും പടച്ചവരെ കുതിമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് കുഷ്ഠരോഗികളെ പോലെ 41 കോലത്തിലെ പ്രവാചകന്റെ സമുദായം 6 അടി മണ്ണിനകത്ത് നിന്ന് എഴുന്നേറ്റ് പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോൾ മലിക്കുൽ ജബ്ബാറായ പടച്ചവനൊന്നും നോക്കാത്ത, പടച്ചവന്റെ കരുണയില്ലാത്ത, പടച്ചവന്റെ കരുണയുടെ നോട്ടമില്ലാത്ത ആ
മൂന്ന് വിഭാഗം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിക്കുന്നു, നബിയേ അവരാരാ നബിയേ, അവരാരാ നബിയേ? അല്ലാഹു ആ വിഭാഗത്തിൽ നിന്ന് കാക്കുമാറാകട്ടെ, അല്ലാഹു ആ വിഭാഗത്തിൽ നിന്ന് കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 500 കൊല്ലം രാവും പകലും ഇബാദത്ത് ചെയ്ത മനുഷ്യനുണ്ടല്ലോ. 500 കൊല്ലം സമുദ്രത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് അല്ലാഹുവേ പടച്ചവനെ പച്ചവെള്ളവും കുടിച്ച് ഒരു റുമ്മാൻ പഴബന്തിന് 500 കൊല്ലം ഇബാദത്ത് ചെയ്ത മനുഷ്യൻ പോലും സ്വർഗത്തിൽ കിടന്നത് അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ടാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 500 കൊല്ലം ആലോചിക്ക്, നമ്മളെങ്ങനെ എന്താ ചെയ്യണം? നമ്മൾ എന്താ ചെയ്യാ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാളെ പടച്ചവന്റെ പരലോകത്ത് 3 വിഭാഗം ജനങ്ങൾ കടന്നു ചെല്ലുമ്പോ അള്ളാഹു അവനെ ഒന്നും നോക്കത്തത് പോലുമില്ല. അള്ളാഹു അവനെ നോക്കില്ല, അവനോട് സംസാരിക്കില്ല, അവനോട് കരുണ കാണിക്കില്ലെന്ന് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ആ വിഭാഗത്തെ തൊട്ട് എന്നെയും നിങ്ങളെയും കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഇതിപ്പോ എല്ലാവരും അങ്ങോട്ടൊക്കെ നോക്കിയിരിക്കണം, ഇങ്ങോട്ട് നോക്കും. ഞാനിവിടെ 6 അടി നീളത്തിൽ ഇങ്ങനെ നിൽക്കണില്ലെങ്കിൽ അങ്ങോട്ട് നോക്കണെന്തിനാ? ഇങ്ങോട്ട് നോക്കിയിരി, 2 മണിക്കൂറുണ്ടല്ലോ എന്റെ മുഖത്ത് നോക്കിയിരി, ഇത്ര ഗ്ലാമർ ഉണ്ടെന്നൊക്കെ നോക്കിയിരുന്നു. അല്ലാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്നാമത്തെ വിഭാഗം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പടച്ചവന്റെ പരലോകത്ത് പടച്ചവനൊന്നും നോക്കാത്ത ഈ വൃത്തികെട്ടവനാരെന്നറിയുമോ? അല്ലാഹു കരുണ കാണിക്കാത്ത, പടച്ചവന് സംസാരിക്കാത്ത ഈ പാവിയാരെന്നറിയുമോ? അത് കള്ളുകുടിയനല്ല, അല്ലാഹുവേ പടച്ചവനെ പലിശക്കാരനല്ല, നിസ്കരിക്കാത്തവനല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ ഒന്നാമത്തെ വിഭാഗം ഏതെന്നറിയുവോ? ഒന്നാമത്തെ വിഭാഗം ഏതെന്നറിയുവോ? പ്രായമായിട്ടും വ്യഭിചരിക്കുന്ന മനുഷ്യ, അല്ലാഹു നിന്നോട് കരുണ കാണിക്കില്ലെന്ന് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ വിഭാഗം പ്രായമായി 30ഉം 40ഉം വയസ്സായി 2ഉം 3ഉം കുട്ടികളുടെ തന്തയായി തള്ളയായി, എന്നാലും സ്വഭാവത്തിൽ ഒരു മാറ്റവുമില്ല. മക്കളെ വരെ കെട്ടിച്ചു, എന്നിട്ടും വ്യഭിചരിക്കുന്നവനെ നിന്നോട് റബ്ബ് കരുണ കാണിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രായമായില്ല ഏത് മനുഷ്യനും 10-40 വയസ്സാകുമ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യൻ നന്നാവും. നീ പറയും കല്യാണം കഴിക്കുമ്പോൾ നന്നാവും, വിവാഹം കഴിക്കുന്ന സമയത്തെങ്കിലും നന്നാവോ? അതും കഴിഞ്ഞ് 10, 30 35 40 വയസ്സായി, എന്നാലും നന്നാവൂല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, 40 വയസ്സിന് മുമ്പ് ചെയ്യുന്ന 40 വയസ്സിന് മുമ്പ് ഒരു പാപം ചെയ്താൽ കിട്ടുന്നതിന്റെ 2 ഇരട്ടി ശിക്ഷയാണ് 40-ന് ശേഷം ചെയ്താലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്തേ? ഏതൊരു മനുഷ്യനും 40 ആകുമ്പോ പക്വത എത്തുമെന്നാ പറയണേ. ഏതൊരു മനുഷ്യനും 40 വയസ്സെത്തുമ്പോ, നമ്മുടെ ഇന്നത്തെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഇന്ന് പെണ്ണ് കെട്ടി മക്കളുള്ള കിളവികൾക്കായി നോട്ടം കൂടുതൽ, പടച്ചനെ ഒളിച്ചോടുന്ന കാര്യം. ഞാൻ ആരെയും ആദ്യം പറയും, എല്ലാരെയും പറയണമല്ലോ, ഞാൻ പ്രത്യേകിച്ച് വിഷയങ്ങളിലൊന്നും കിടക്കൂല. എല്ലാരും കണക്കാ, അറിവുള്ളവനും അറിവില്ലാത്തവനും ഈ വിഷയത്തിൽ എല്ലാവരും സമന്മാരാ. അറിവുള്ളവരുണ്ടെങ്കിൽ അറിവില്ലാത്തവരെല്ലാം കണക്ക് തന്നെ. അള്ളാഹു നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ. എന്തായാലും എന്റെ പ്രിയമുള്ള, എന്തിപ്പോ അള്ളാഹു കാക്കുമാറാകട്ടെ. ഇതേ നീ വിചാരിക്കണേ നിന്നെ കൊണ്ട് അതിനൊന്നും പറ്റൂല എന്നാ, നീ വലിയ കുത്തുബുല്ലൊക്കെ താപാന്ന, നിനക്ക് നിസ്കാര തഴമ്പുണ്ട്, എന്നെ ഒരു പെണ്ണ് വിചാരിച്ച ഞാൻ തങ്ങളെ പോലെ ഇരിക്കുമെന്ന് നീ കരുതല്ലേ. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് 96 വയസ്സ്, 98 വയസ്സാണെന്ന് തോന്നുന്നു. 96 98 വയസ്സായി. ഇശാ നിസ്കാരം കഴിഞ്ഞ് എല്ലാരും പോയി, ഒറ്റയ്ക്ക് പള്ളിക്കകത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു 96-ാമത്തെ വയസ്സിൽ ഇശാ നിസ്കാരം കഴിഞ്ഞ് എല്ലാരും പോയപ്പോ പള്ളിക്കകത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുന്നു, പടച്ചവനെ വ്യഭിചാരത്തിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാഹ്. ഒരു ചെറുപ്പക്കാരൻ ഇത് കേട്ടുകൊണ്ടുവന്നു. ഒരു ചെറുപ്പക്കാരൻ ഇത് കേട്ടിട്ട് ചിരി വന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്തിട്ട് ഇറങ്ങിയപ്പോൾ ചോദിച്ചു, അല്ല അബൂ ഹുറൈറ, 96 വയസ്സായല്ലോ, നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാലും നടക്കൂലല്ലോ. നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാലും നിങ്ങളെ കൊണ്ട് നടക്കൂല. പ്രായമായി
എന്നിട്ട് നിങ്ങൾ എന്തിനാണ് വ്യഭിചാരത്തിൽ നിന്ന് എന്നെ കാക്കണേ എന്ന് ദുആ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, പൊന്നുമോനെ എനിക്കല്ലേ പ്രായമായുള്ളൂ, പൊന്നുമോനെ എനിക്കല്ലേ പ്രായമായുള്ളൂ, ശൈത്താന് പ്രായമായിട്ടില്ലല്ലോ, ശൈത്താന് പ്രായമായിട്ടില്ലല്ലോ. ശൈത്താൻ വേണമെന്ന് വെച്ചാ എന്നെ പോലും അത് ചെയ്യിപ്പിക്കാൻ കഴിയുമെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ, ഈ പാതിരാത്രി കടന്നു വന്നവരെ നീ വിചാരിക്കുന്ന നിന്നെ കൊണ്ട് കഴിയുമെന്ന്, നിന്നെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ കഴിയില്ലെന്ന് നീ കരുതുന്നെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി തങ്ങളെ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ആദമിന്റെ മക്കളുടെ പേരിൽ വ്യഭിചാരത്തിന്റെ കുറ്റം എഴുതുന്നുണ്ട്, ആദമിന്റെ മക്കളുടെ പേരില് വ്യഭിചാരത്തിന്റെ കുറ്റം എഴുതുന്നുണ്ട്. എങ്ങനെയെന്നറിയുമോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ, മനുഷ്യന്റെ ശരീരത്തിൽ ഒരുപാട് വ്യഭിചാരമുണ്ട്. ഗുഹ്യഭാഗങ്ങൾ ചേരുന്നതിന് മാത്രമല്ല വ്യഭിചാരം എന്ന് പറയുന്നത്, അത് വ്യഭിചാരത്തിന്റെ അവസാനമാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പൊന്നുമോരെ, കണ്ണിന്റെ വ്യഭിചാരം എന്തെന്നറിയുമോ? കണ്ണിന്റെ വ്യഭിചാരം എന്തെന്നറിയുമോ? അന്യ പെണ്ണിന്റെ ശരീരം കാണല് നിന്റെ കണ്ണിന്റെ ഹറാമാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അന്യ പെണ്ണിന്റെ ശരീരം കണ്ട് ആസ്വദിക്കല്ലേ പൊന്നുപോരെ. വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബിലും കയറിയിട്ട് ഏത് വൃത്തികെട്ടവളുടെയും മുടികുണികരിഞ്ഞ പടം കണ്ട് ആസ്വദിക്കുന്ന പൊന്നുമോരെ, അന്യ ചെറുപ്പക്കാരുടെ ശരീരം കണ്ടിട്ട് എന്റെ ഭർത്താവിനെക്കാളും ബോഡിയുണ്ടല്ലോ, എന്റെ ഭർത്താവിനെക്കാളും സുന്ദരനാണല്ലോ, അന്യ പുരുഷനെ കണ്ടിട്ട് ആസ്വദിക്കുന്ന പെണ്ണ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ പടച്ചവൻ നാളെ മഹ്ശറയിൽ നിന്റെ കൈകാലുകൾ ബന്ധിക്കുകയാണ്. അന്യപുരുഷന്റെ ശരീരം കണ്ടവളെ ഹറാമുകൾ കണ്ടു ആസ്വദിച്ച പൊന്നുപോലെ നാളെ പടച്ചവന്റെ പരലോകത്ത് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ ചങ്ങലയിൽ ബന്ധിച്ചിട്ട് മലർത്തിക്കിടത്തുപെടാ. എന്നിട്ട് ഹറാമ് കണ്ട നിന്റെ കണ്ണില് ഈയമിരുക്കി ഒഴിക്കുമെന്ന് ത്വാഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്യ പെണ്ണിന്റെ ശരീരം കണ്ട് ആസ്വദിച്ചവന്റെ രണ്ട് കണ്ണിലേക്ക് മലക്കുകൾ ഈയമുരുക്കി ഒഴിക്കുമെന്ന് ത്വാഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു. എത്ര ടെണ്ണ് ഉരുക്കി ഒഴിക്കേണ്ടി വരും നമ്മുടെയൊക്കെ കണ്ണിലില്ലേ? എത്ര ടെണ്ണ് ഒഴിക്കും? കാരണം എന്തേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അന്യ പെണ്ണിന്റെ ശരീരം, ഇത് പറയുമ്പോ ഉസ്താദെ ഇതൊക്കെ എഴുന്നള്ളത്തിന് വരുന്ന ആന വരുന്നത് പോലെ വരുന്നു കണ്ടാ പിന്നെ ആരാ നോക്കാതെ പോണം? നിങ്ങൾ നോക്കൂല, നമ്മളൊക്കെ നോക്കിപ്പോവും. നമ്മളൊക്കെ മനുഷ്യരാണ്. സ്വാഭാവികമായിട്ട് ഒരു പെണ്ണ് ഒരുങ്ങി കെട്ടി വരുന്നത് കണ്ട ഇന്നത്തെ അവസ്ഥയൊക്കെ വെച്ച് നോക്കി ആരായാലും നോക്കിപ്പോകും, ഞാനാണെങ്കിലും നോക്കിപ്പോകും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്നാമത്തെ നോട്ടം ജായിസാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റോഡിലൂടെ നടന്നു പോകുന്ന ഒരു പെണ്ണ് വരുന്നു, യാദർശികമായിട്ട് കണ്ടു ഉടനെ എന്ത് ചെയ്തേക്കണം? കണ്ണ് താഴ്ത്തിയേക്കണം. ഒന്നാമത്തെ നോട്ടം അനുവദനീയമാണെന്ന് പറഞ്ഞിട്ട് ഒരു ഒന്നൊന്നര നോട്ടം നോക്കിയേക്കരുത്. അങ്ങനെയുണ്ടല്ലോ. എന്തായാലും ഒന്നാമത്തെ നോട്ടം അനുവദനീയം, എന്നാ പിന്നെ അങ്ങ് പെണ്ണ് സ്കൂളിൽ വന്ന് ഇറങ്ങി ബസ്സിൽ കയറി പോകുന്നത് അങ്ങനെ നോക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്യ പെണ്ണിന്റെ ശരീരം കാണൽ അത് നിന്റെ കണ്ണിന്റെ വ്യഭിചാരമാണെന്ന് ത്വാഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, പൊന്നുമോനെ, ചെവിയുടെ വ്യഭിചാരമാണ് അന്യ പെണ്ണിന്റെ സംസാരം കേൾക്കരുത്. അന്യ പെണ്ണിന്റെ സംസാരം കേൾക്കലുണ്ടല്ലോ, മണിയറ രഹസ്യം വരെ കാമുകന് പങ്കുവെക്കുന്ന പെണ്ണ്. ഇന്ന് ഏറ്റവും കൂടുതൽ വ്യഭിചാരം നടക്കുന്നത് വൈകുന്നേരം 8:30-9 മണിയായി ഭക്ഷണം കഴിച്ചു, ഇടപ്പറയിൽ ഒരു ഉമ്മ ഒരു റൂമിനകത്ത്, പൊന്നുമോനൊരു റൂമിനകത്ത്, പൊന്നുമോളൊരു റൂമിനകത്ത്. അല്ലാഹുവേ, ഒരു വീടിനകത്ത് ഏറ്റവും കൂടുതൽ വ്യഭിചാരം നടക്കുന്നത് മൊബൈലിലൂടെയാ. പടച്ചവനെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അന്യ പെണ്ണിന്റെ സംസാരം കേൾക്കല് അത് ചെവിയുടെ വ്യഭിചാരമോ.
നാവിന്റെ വ്യഭിചാരം എന്തെന്നറിയോ? പൊന്നുമോളെ, എല്ലാ നിന്റെ നാവ് കൊണ്ടല്ലേ പറയുന്നത്. ദിക്ർ പറയേണ്ട നാവ്, ഖുർആൻ ഓതേണ്ട നാവ്, അൽഹംദുലില്ലാഹ് പറയേണ്ട നാവ്, ഒരുപാട് നല്ല കാര്യങ്ങൾ പറയേണ്ട നാവ്. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ വേണ്ടി പരിശ്രമിക്കുന്ന പെണ്ണ് എങ്ങനെ കഴിയുന്ന പൊന്നുമോള്? അല്ലാഹുവിന്റെ റസൂല് പറയുന്ന നാവിന്റെ വ്യഭിചാര മോശമായ കാര്യങ്ങൾ സംസാരിക്കല. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന കൈയുടെ വ്യഭിചാരം എന്തെന്നറിയുവോ? ഒരു ഹറാമാ. കൈയുടെ വ്യഭിചാരം ഒരു പെണ്ണിന്റെ ശരീരത്തെ തൊടലാണ്. അന്യ പെണ്ണിന്റെ ശരീരത്തെ തൊടുന്ന ചെറുപ്പക്കാര് ജനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ, വണ്ടിക്കകത്ത് കയറുമ്പോ, അല്ലാഹുവേ അവസരം കിട്ടുന്ന സമയത്തല്ല അന്യ പെണ്ണിന്റെ ശരീരത്തെ തൊട്ടുകൊണ്ട് സുഖിക്കുന്ന പൊന്നുപോലെ അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് എന്തെന്നറിയുവോ? മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാര്, എടാ നിനക്ക് ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ശരീരത്തെ തൊടണമെന്നുള്ള ആഗ്രഹമുണ്ടായ, ലോകത്തിന്റെ നേതാവ് പറയുകയാ, ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ശരീരത്ത് നിനക്കൊന്ന് തൊടാനുള്ള മോഹമുണ്ടായ, അല്ലാഹുവിന്റെ റസൂല് പറയുന്ന പൊന്നുമോരെ, സ്വന്തം കാഷ്ടം തിന്നുകൊണ്ട് കിടക്കുന്ന പന്നി എന്ന് പറയുന്ന മൃഗമുണ്ടല്ലോ, സ്വന്തം കാശം തിന്നുകൊണ്ട് കിടക്കുന്ന പന്നി എന്ന മൃഗമുണ്ടല്ലോ, ആ മൃഗം കാശത്തിനകത്ത് കിടക്കുമ്പോ ആ പെണ്ണിന്റെ ശരീരത്തൊന്ന് തൊടുന്നതിനേക്കാൾ നല്ലത് ആ പന്നിയെ കെട്ടിപ്പിടിച്ച് കിടക്കലാണ് നല്ലതെന്ന് ത്വാഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അന്യ പെണ്ണിന്റെ ശരീരത്തെ തൊടുന്നതിനേക്കാൾ, അന്യ പുരുഷന്റെ ശരീരത്തെ തൊടുന്നതിനേക്കാൾ അല്ലാഹു ഇന്ന് നിസാരമായല്ലോ. പടച്ചവരെ ഫ്രണ്ട്ഷിപ്പ് എന്ന പേര് പറഞ്ഞിട്ട് അല്ലാഹുവേ എത്രയോ പെങ്ങന്മാര് മാതാപിതാക്കള് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാ. അല്ലാഹുവേ ഇന്ന് ഏറനാട് എക്സ്പ്രസിൽ ഞാൻ കടന്നു വരുമ്പോ മംഗലാപുരത്ത് പഠിക്കാൻ പോകുന്ന എത്രയോ മക്കള് നാണമില്ലല്ലോ, നാണമില്ലല്ലോ. പടച്ചവരെ ഒരു ഉസ്താദാടിരിക്കുന്നതെന്ന പരിഗണന പോലും അല്ലാഹുവേ അടുത്തിരിക്കുന്ന അമുസ്ലിമായ ചെറുപ്പക്കാര് അവന് ബോധമുണ്ട്, അവന് ബോധമുണ്ട്. പക്ഷേ നമ്മുടെ സമുദായത്തിന്റെ മക്കളുണ്ടല്ലോ പടച്ചവരെ, ഹിജാബ് വിട്ടുകൊണ്ട് ഫർദയും ധരിച്ചിട്ട് മുസ്ലിമായ ചെറുപ്പക്കാരന്റെ കയ്യിൽ പിടിച്ചിട്ട് നടക്കുന്ന മക്കള്. എന്റെ പ്രിയപ്പെട്ട ബാപ്പമാര്, ഉമ്മമാര്, കൂട്ടുകാര് ബൈക്കുമായി വരും. കുടുംബത്തിൽ ഒരു അകന്ന ബന്ധുവാണ് വരുന്നത്, അവന്റെ പുറകിൽ ബൈക്കിൽ കയറി പോകുന്ന എത്രയോ മക്കളുണ്ട്, എത്രയോ സഹോദരിമാരുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പെണ്ണേ, അന്യപുരുഷന്റെ ശരീരത്തെ തൊടണമെന്ന് തോന്നിയ പൊന്നുമോളെ, പന്നി എവിടെയെങ്കിലും കിടക്കുന്നത് കണ്ട ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്ക് പെണ്ണേ. കാരണം 7 വെള്ളത്തിൽ കഴുകിയ ആ പാപം പൊറുക്കും പെണ്ണ്. ഒരു അന്യപുരുഷന്റെ ശരീരത്തെ തൊട്ടാൽ ആ പാപം 7 വെള്ളത്തിൽ കഴുകും ചെറുപ്പക്കാരാ, ഏത് വെള്ളത്തിൽ കഴുകുന്ന ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, കാലിന്റെ വ്യഭിചാരം എന്തെന്നറിയുവോ? ഹറാമായ കാര്യങ്ങളിലേക്ക് നടക്കലാണ്. കാമുകി രാത്രി 10 മണിക്ക് പറയും, കിളവനും കിളവിയും ഉറങ്ങിയടാ, ഒന്ന് വരുവോ, ഒന്ന് വരുവോ. പോകുന്ന വഴി മുഴുവനും വ്യഭിചാരമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നാളെ പടച്ചവന് സംസാരിക്കൂല ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരുണ്ടല്ലോ, കാമുകനോട് സംസാരിച്ചവരുണ്ടല്ലോ, മെസ്സേജ് എഴുതുന്നവരുണ്ടല്ലോ, കറങ്ങുന്നവരുണ്ടല്ലോ, ആരുമറിയാതെ എത്രയോ വ്യഭിചാരങ്ങൾ നടക്കുന്നുണ്ട്. പെണ്ണ് പല നാൾ കള്ളി ഒരു നാൾ പിടിക്കപ്പെടും. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്നും അങ്ങനെ ആകണമെന്നില്ലടാ, എന്നും അങ്ങനെ ആകണമെന്നില്ല. ഒരു നാൾ പിടിക്കപ്പെടും പൊന്നുമോരെ. അതുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് പടച്ചവനിലേക്ക് മടങ്ങിക്കോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ തന്റെ അനുചരന്മാരോട് തൗബ ചെയ്യാ പറഞ്ഞു കൊടുക്കുമ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മഹാനായ മാഇസ് റളിയല്ലാഹു തആല കടന്നു വരികയാ. ഒരു ചെറുപ്പക്കാരനായ സഹാബിയാ റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്,
എന്നെ ഒന്ന് ശുദ്ധീകരിക്കു നബിയേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനുമായി എന്ന ചെറുപ്പക്കാരനെ മടക്കി വിടുകയാ. രണ്ടാമതും പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചരിച്ചു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, സഹാബ, മായിസ് കള്ളു കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു സഹാബ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മായിസ് കള്ളു കുടിച്ചിട്ടുണ്ടോ ഒന്ന് നോക്കാൻ പറയുമ്പോൾ അവിടുന്ന് പറയുന്നു, നബിയേ, ഇല്ല നബിയേ. മായിസ് റളിയല്ലാഹു തആല അൻഹു രണ്ടാമതും മടക്കി വിടുകയാണ്. ഈ ചെറുപ്പക്കാരൻ വീട്ടിൽ പോയി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അല്ലാഹുവേ, മരുഭൂമിയിലൂടെ നടക്കുമ്പോ അല്ലാഹുവേ ചൂട് സഹിക്കാൻ കഴിയാതെ കാല് പൊള്ളുന്ന സമയത്ത് മായിസ് റളിയല്ലാഹു തആല അൻഹുവിന് ഓർമ്മ വരുന്നത് നരകമാണ്, പടച്ചവന്റെ പരലോകമാണ്. അല്ലാഹുവേ, മായിസ് എന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് മൂന്നാമതും കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ. എനിക്കറിയാം ഇസ്ലാമിന്റെ നിയമം, എനിക്കറിയാം നബിയേ. വ്യഭിചരിച്ചെന്ന് പറഞ്ഞാല്, വ്യഭിചരിച്ചു കഴിഞ്ഞാൽ എറിഞ്ഞു കൊല്ലണമാണ്, എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. എനിക്കതറിയാ നബിയേ, എനിക്കതറിയാ നബിയേ. യാ റസൂലല്ലാഹ്, അങ്ങല്ലേ പറഞ്ഞത്, അങ്ങല്ലേ പറഞ്ഞത്. ഒരു തെറ്റിന്റെ പേരിൽ അല്ലാഹു 2 പ്രാവശ്യം ശിക്ഷിക്കില്ലെന്ന്, ഒരു തെറ്റിന്റെ പേരിൽ 2 പ്രാവശ്യം അല്ലാഹു ശിക്ഷിക്കില്ലെന്ന് അങ്ങല്ലേ പറഞ്ഞത് നബിയേ. ഇവിടത്തെ ശിക്ഷ എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയുമല്ലോ. എനിക്ക് നാളെ പടച്ചവന്റെ മുന്നിൽ പോകുമ്പോ എനിക്ക് നരകത്തിന്റെ തീ എനിക്ക് സഹിക്കാൻ കഴിയൂല, എനിക്ക് പരലോകത്ത് നിൽക്കാൻ കഴിയൂല. അതുകൊണ്ട് എന്നെ എറിഞ്ഞു കൊല്ലണമെന്ന് പ്രവാചകന്റെ മുന്നിൽ കിടന്നൊരു ചെറുപ്പക്കാരൻ കരന്നുകൊണ്ട് പറയുമ്പോ അവസാനം അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, യാ സ്വഹാബാ, മായിസിനെ എറിഞ്ഞു കൊല്ലു സഹാബാ. മായിസ് റളിയല്ലാഹു തആല അൻഹു സഹാബാക്കൾ കല്ലെടുത്തെറിയുകയാണ്. പടച്ചവരെ, ഏറിക്കൊണ്ടിട്ട് ശരീരത്തിലൂടെ രക്തമൊലിക്കുകയാണ്. വേദനയെടുത്തപ്പോ മഹാനായ മായിസ് റളിയല്ലാഹു തആല അൻഹു ഓടുകയാണ്, മരണവെപ്രാളം കൊണ്ട് ഓടുകയാണ്. സഹാബത്ത് പുറകിലോടുകയാണ്. മായിസ് റളിയല്ലാഹു ഓടി രക്ഷപ്പെട്ടു കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് സഹാബത്ത് പറഞ്ഞു, നബിയേ, മായിസ് ഓടിപ്പോയി നബിയേ, മായിസ് ഓടിപ്പോയി നബിയേ. പ്രവാചകനൊന്നും മിണ്ടിയില്ല, പോകട്ടെ എന്ന് വിചാരിച്ചു. കുറെ സമയം കഴിയുമ്പോ ഇലാ ഹദ്റത്തു റസൂലില്ലാഹ്, മായിസ് എന്ന ചെറുപ്പക്കാര് ശരീരത്തിലൂടെ നെറ്റിയിലൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അറിയാതെ ഓടിപ്പോയി നബിയേ. എന്റെ ശരീരം വേദനിച്ചപ്പോ, എന്റെ ശരീരം വേദനിച്ചപ്പോ അറിയാതെ ഓടിയതാ നബിയേ. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, സഹാബത്തിനോടൊരു കുഴിയെടുക്കാ പറ നബിയേ, സഹാബത്തിനോടൊരു കുഴിയെടുക്കാ പറ നബിയേ. കുഴിയെടുത്തു കഴിയുമ്പോ എന്റെ കയ്യും കാലും കെട്ടി ആ കുഴിക്കകത്തിട്ട് കല്ലെറിയാ പറ നബിയേ. ഓടണമെന്ന് വിചാരിച്ചാൽ എന്നെ കൊണ്ട് കഴിയൂലല്ലോ. എത്ര ഓടാൻ ആഗ്രഹിച്ചാൽ, എന്റെ ശരീരം എത്ര വേദനിച്ചാലും എന്നെ കൊണ്ടോടാ കഴിയില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതത്തോടെ നോക്കുമ്പോ, യാ റസൂലല്ലാഹ്, നാളെ വ്യഭിചരിച്ചവനായി പടച്ചവന്റെ മുന്നിൽ പോയി എനിക്ക് നിൽക്കാൻ കഴിയില്ല നബിയേ. എങ്ങനെ പോയി നിൽക്കും നബിയേ? അല്ലാഹുവിന്റെ മുന്നിൽ ഞാൻ എന്ത് ധൈര്യത്തിന് പോകും നബിയേ? വ്യഭിചരിച്ചവനായി ഞാൻ എങ്ങനെ പോകും നബിയേ? അതുകൊണ്ട് യാ റസൂലല്ലാഹ്,
ഇവിടെ വെച്ചുകൊണ്ട് ഈ ശിക്ഷ എനിക്ക് നേടാൻ കഴിഞ്ഞ, ഇവിടെ വെച്ചുകൊണ്ട് എനിക്ക് ഈ ശിക്ഷ കിട്ടിക്കഴിഞ്ഞ, നാളെ പടച്ചവന്റെ മുന്നിൽ ചെല്ലുമ്പോ അല്ല കരുണയുള്ളവനാ, അല്ലാഹു നീതിമാനാ. ഒരു തെറ്റിന്റെ പേരിൽ 2 പ്രാവശ്യം അല്ലാഹു ശിക്ഷിക്കില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അവസാനം കുടിയെടുക്കുകയാണ്. കുടിക്കകത്തിറക്കി നിർത്തിയിട്ട് സഹാബാക്കള് കല്ലെറിയുകയാണ്. മായിസ് എന്ന ചെറുപ്പക്കാരനെ എറിഞ്ഞു കൊല്ലുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്നെ എറിഞ്ഞു കൊല്ലണമെന്ന് പറയുന്നില്ല, നാട്ടുകാരോട് പറയണമെന്ന് പറയുന്നില്ല. പൊന്നുപോലെ ചെയ്തത് നിനക്കറിയുമല്ലോ. എപ്പോഴെന്തെങ്കിലും നിസ്താരപ്പായിലിരുന്നിട്ട് മലിക്കുൽ ജബ്ബാറായ പടച്ചവന്റെ മുന്നിൽ 2 കൈയും ഉയർത്തിക്കിട്ട് പൊട്ടിക്കരഞ്ഞ് പാതിരാത്രിയിൽ അല്ലാഹുവേ പറ്റിപ്പോയി, അല്ലാ പറ്റിപ്പോയി റബ്ബേ, ശൈത്താൻ എന്നെ ചതിച്ചു കളഞ്ഞല്ലോ, എനിക്ക് പുറത്തു തരണേ റബ്ബേ എന്ന് പൊട്ടിക്കരയാ നിന്നെ കൊണ്ട് കഴിയുമോ? തൗബ ചെയ്യാ നിന്നെ കൊണ്ട് കഴിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഒരു തെറ്റിന്റെ പേരില് 2 പ്രാവശ്യം അല്ലാഹു ഒരു മനുഷ്യനെ ശിക്ഷിക്കില്ലെന്ന് ത്വാഹ റസൂലുള്ളാഹി. ഒരു തെറ്റിന്റെ പേരിൽ അല്ലാഹു 2 പ്രാവശ്യം. അതുകൊണ്ട് ചെയ്തു പോയവരൊക്കെ അല്ലാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്യും. അല്ലാഹു നമുക്ക് പുറത്തേരുമാറാകട്ടെ, അല്ലാഹു നമുക്ക് പുറത്തേരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും ഇന്ന് 98% പേര് ഇന്ന് ഈ കാര്യങ്ങൾ, മൊബൈലും മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാ പെണ്ണിന്റെ കയ്യിലും. അല്ലാഹുവേ പടച്ചോനെ, ഈ കോളേജിലൊക്കെ പോണ മക്കള്, മംഗലാപുരത്തൊക്കെ പോകുന്ന പെൺകുട്ടിയുടെ കയ്യിലെ തലകണയുടെ അത്രയുള്ള ഫോണാണ്. പാപ്പ പട്ടി എറിയുന്ന ടോർച്ചുമായിട്ടാ നടക്കണം മക്കളുടെ കയ്യിൽ. നിങ്ങളെ പറഞ്ഞാൽ മതി, വേറെ ആരെയും പറയണ്ട. നിങ്ങളെ തന്നെ പറഞ്ഞാൽ മതി, വേറെ ആരെയും പറയണ്ട. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്കറിയാം, നാട്ടുകാർ മുഴുവനും കല്യാണത്തിന് വിളിച്ച് വീട്ടിൽ വന്ന് ചോറ് മുന്നോട്ടേക്കും ഇറങ്ങിപ്പോണം. അപ്പോഴേ നാറത്തുള്ളൂ വാപ്പ. നമ്മുടെ മക്കൾക്കറിയാം എപ്പോൾ ഒളിച്ചോടണം. നാട്ടുകാർ മുഴുവനും വീട്ടിൽ വന്ന് തിന്നോണ്ടിരിക്കുമ്പോ പോണം. അപ്പോഴേ പെറ്റതിന്റെ പേരിൽ നാട്ടുകാരുടെ മുന്നിൽ നമ്മുടെ ഉമ്മ നാറത്തുള്ളൂ. നമ്മുടെ മക്കൾക്ക് നല്ല സമയം അറിയാം. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയം, ഇതൊക്കെ പറയുമ്പോ ഉസ്താദേ, എന്റെ മക്കൾക്കറിയാം ജീവിക്കാൻ, എന്റെ മക്കൾക്കറിയാം. നമ്മൾ വല്ലാത്ത പ്രതീക്ഷ നമ്മുടെ മക്കളെ കുറിച്ച് നമുക്കൊക്കെ വല്ലാത്തൊരിതാ. എങ്ങനെ മക്കൾ നന്നാവണം? എങ്ങനെ നമ്മുടെ മക്കൾ നന്നാകുന്നത്? എങ്ങനെ? നമ്മൾ തന്നെയല്ലേ അവരെ നശിപ്പിക്കുന്നത്. നമ്മൾ തന്നെയാണ് നമ്മുടെ മക്കളെ നശിപ്പിക്കുന്നത്. മക്കളെ ഒരു കുറ്റവും പറയണ്ട. എന്റെ പ്രിയമുള്ളവര്, ഉമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഉമ്മയുടെ സ്വഭാവം എന്താണോ അതാണ് കുഞ്ഞിന്റെ സ്വഭാവം. മഹാന്മാരെ പഠിപ്പിക്കാൻ, പെണ്ണ് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ആ പെണ്ണ് എന്ത് സ്വഭാവമാണോ, TV കണ്ട കുഞ്ഞിൻ TV കാണും. ആ ഗർഭിണിയായിരിക്കുന്ന പെണ്ണ് എന്ത് ചെയ്യുന്നോ അതാണ് കുഞ്ഞിന്റെ സ്വഭാവം. മഹാന്മാര് പഠിപ്പിക്കാം. ഉമ്മ വയറ്റി വെച്ചോണ്ടാ പടച്ചോനെ TVയുടെ മുന്നിൽ ഇരിക്കുന്നത്. പാല് കൊടുക്കുന്നത് TVയുടെ ഫ്രണ്ടിൽ. രാത്രി കുഞ്ഞിന് പാല് കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഓട്ടോക്കാരനടുത്ത് സംസാരിച്ചുകൊണ്ട് നടക്കുന്നത്. ഇതൊക്കെയല്ലേ അവസ്ഥ. എങ്ങനെ നന്നാവും? അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ഒന്നാമത്തെ കാര്യം തന്നെ നമ്മൾ തന്നെ രണ്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു 3 കാര്യം നീ മാറ്റിവെക്കല്ലേ എന്ന് നബിഗന റസൂലുള്ളാഹി. 3 കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നി അപ്പം തന്നെ ചെയ്തോണം. പിന്നെ ചെയ്യാം മാറ്റിവെക്കണ്ട. 1, നിസ്കരിക്കണമെന്ന് തോന്നിയ നീ അപ്പോഴും തന്നെ നിസ്കരിക്കണേ, പിന്നത്തേക്ക് മാറ്റിവെക്കല്ലേ എന്ന് നബിഗന റസൂലുള്ളാഹി. നിസ്കരിക്കണം തോന്നി അപ്പം കയറിക്കോണം, പിന്നെ ചെയ്യാന്ന് വിചാരിച്ചാൽ നടക്കൂല, അതങ്ങ് പോയി കിട്ടും. 2, വീട്ടിൽ ആരെങ്കിലും മരിച്ചു, കാണിക്കേണ്ടവരെ കാണിക്കണം, പെട്ടെന്ന് കൊണ്ട് ഖബറടക്കാം, വീട്ടിൽ വെച്ചോണ്ടിരിക്കല്ലേ എന്ന് നബിഗന റസൂലുള്ളാഹി. 3 മക്കളുള്ള എല്ലാ വാപ്പയും ഉമ്മയും കേട്ടോ, അള്ളാന്റെ റസൂല് പറഞ്ഞ ഹദീസ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ മക്കൾക്ക് പ്രായപൂർത്തിയായി അവർക്ക് വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം തോന്നി തുടങ്ങിയ വെച്ചുകൊണ്ടിരിക്കല്ലേ, കെട്ടിച്ചു വിടണേ എന്ന് നബിഗന റസൂലുള്ളാഹി. മക്കൾക്ക് പ്രായമായി, കലാപരിപാടികളൊക്കെ കാണുമ്പോ തന്നെ നിങ്ങളും ചോറല്ലേ തിന്നണേ, നിങ്ങളും ചോറ് തന്നെയല്ലേ തിന്നണേ. മോൾ 20 കെട്ടിച്ചു വിടുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയും, അയ്യോ ഡിഗ്രി ഒന്ന് പൂർത്തിയാകട്ടെ, MA ഒന്ന് ആവട്ടെ, അവസാനം വൈറ്റത്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓക്ക് പഠിക്കത്തുള്ളൂ. ഏതുമ്മയോടും ചോദിക്കും മോളെ കെട്ടിക്കുന്നില്ല, അവളങ്ങ് MA പൂർത്തിയാകട്ടെ എന്ന്. വയറും പൂർത്തി വരുമ്പോഴേ പഠിക്കത്തുള്ളൂ. വല്ലവന്റെ കൂടെ അങ്ങ് പോകും, കെട്ടിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. മക്കള് ചെറുപ്പക്കാർ, അവൻ ബൈക്കും കൊണ്ട് പറക്ക, ബസ് സ്റ്റോപ്പിലും ബസിന്റെ പുറകിലും
ട്യൂട്ടോറിയുടെ ഫ്രണ്ടിലൊക്കെ കിടന്ന് കറങ്ങാ, നാട്ടുകാർ പരാതി പറയണ്. വാപ്പാന്റെ അടുക്ക വന്നിട്ട് ചോദിക്കും, മോനൊന്ന് കെട്ടിച്ചു വിടുന്നില്ല ഉസ്താദെ, പക്വത എത്തിയില്ല ഉസ്താദ് എന്റെ മോന്. ഏത് ഉപ്പയ്ക്കും പറയേണ്ട ഒരു മറുപടിയാ. ആമക്കളെ കല്യാണക്കാര്യം ചോദിക്കുമ്പോ പറയും പക്വത എത്തിയില്ല. നീ ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നത്? വാപ്പ പറയുന്നു മോനെ പക്വത എത്തിയില്ലെന്ന്. കുറെ ദിവസം കഴിയുമ്പോൾ വല്ലവന്റെ പെണ്ണും പിള്ളയുടെ വീട്ടിനകത്ത് നിന്ന് രാത്രി പിടിച്ച് തെങ്ങി കെട്ടിയിടുമ്പോൾ വാപ്പയ്ക്ക് മനസ്സിലാവും എന്റെ മോന് പക്വത എത്തിയിട്ട് കുറെ നാളായെന്ന്. എന്തേ സഹോദരങ്ങളെ, ചെറുപ്പക്കാർ പറയും ഉസ്താദ് ഈ ഹദീസ് എന്റെ വാപ്പാനോടൊന്ന് പറയുമെന്ന്. കാരണം എന്നെ കെട്ടിച്ചു വിടുന്നില്ല, കാലം കുറയായി. എന്നാൽ മനസ്സിലാക്കൂ, നിങ്ങളൊക്കെ 13, 14, 15 വയസ്സിലൊക്കെ കെട്ടിയില്ലേ? നിങ്ങൾ 18 കെട്ടിക്കണമെന്ന് ഞാൻ പറയണില്ല. ഒരു 19, 20 ആയില്ലെങ്കിലും പെൺപിള്ളേരെ കെട്ടിച്ചു വിടണം. മക്കൾക്കൊരു 25 കഴിഞ്ഞാലെങ്കിലും ഒന്ന് കെട്ടിച്ചു വിടണം. ഇല്ലെങ്കിൽ വല്ലാത്ത ദുഃഖവും ദുരിതവും വേദനകളുമായിരിക്കും. അള്ളാഹു നമുക്ക് നല്ലത് ചിന്തിക്കാൻ ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പ്രായമായിട്ടും വ്യഭിചരിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യനോട് നാളെ റബ്ബ് കരുണ കാണിക്കൂല. അത് ആണും പെണ്ണായാലും ആണായാലും അള്ളാഹു കരുണ കാണിക്കില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അള്ളാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ വിഭാഗം അച്ഛനെ 11 മണിയായി. എന്താ ശരി, 2 മണിക്കൂറും കൂടി ഇരുന്നു. ഇതും കൂടെ അങ്ങ് പറഞ്ഞു നിർത്താം. ഈ ഒരെണ്ണം കൂടെ പറഞ്ഞങ്ങ് നിർത്താൻ. പക്ഷെ അത് ഇരിക്കൂലേ? എന്തപ്പോ എങ്ങനെ ഇരിക്കണേ? ഇരിക്കൂലേ? എന്റെ പൊന്നാര് ചങ്ങായിമാര് ഇവിടെ വെച്ച് മരിച്ചാലും സ്വർഗ്ഗമാ, പേടിക്കണ്ട. ഇവിടെ ഇരുന്ന് മരിച്ചാൽ ഇപ്പൊ എന്റെ നാട്, എന്റെ ഭാര്യയുടെ വീടിന്റെ അടുത്താണ്. 15 കിലോമീറ്ററേ ഉള്ളൂ എന്റെ വീടും അമ്പലവും തമ്മിൽ. ഇപ്പം പൊട്ടിയത് 107, 108 ആയില്ലേ? 107, 108 മരിച്ചു പോയില്ലേ? എന്തായിരുന്നു? എല്ലാവർക്കും വല്ലാത്ത ദുരിതം. മരിച്ചതൊക്കെ പോകട്ടെ. എനിക്കതിനകത്ത് ഞാൻ ഏറ്റവും അത്ഭുതപ്പെടുന്നത് എന്തെന്നറിയും? 5 മുസ്ലിം ചെറുപ്പക്കാർ ഈ അമ്പലത്തിന്റെ വെടിക്കെട്ടി മരിച്ചുപോയി. 5 മുസ്ലിം ചെറുപ്പക്കാർ. ഇവന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഈ 5 ചെറുപ്പക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എന്താ ദുആ ചെയ്യുക? ഇവന് വേണ്ടി എന്താ ദുആ ചെയ്യേണ്ട? നിസ്കരിച്ച ഉസ്താദ് പോലും ആത്മാർത്ഥമായി നിസ്കരിച്ചിട്ടുണ്ടാവില്ല. കാരണം എന്തേ? ചില മയ്യത്ത് പള്ളിയിൽ കൊണ്ട് വെക്കുമ്പോൾ ഖത്തീബ് പറയും നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു, 5 നേരം നിസ്കരിക്കാൻ വരുന്നവനായിരുന്നു, എന്ത് നല്ല കാര്യത്തിനും വരുന്നവനായിരുന്നു, അല്ലാഹുവേ നീ മഗ്ഫിറത്ത് കൊടുക്കണേ എന്ന് ദുആ ചെയ്യും. അമ്പലത്തിൽ പോയി പൊട്ടിയിട്ട് വന്ന് ഇവന്റെ മയ്യത്ത് പള്ളിയിൽ കൊണ്ട് വെക്കുമ്പോൾ ഖത്തീബ് എന്ത് പറയും? പഠിച്ചവനെ, ഹജ്ജിന് പോയിട്ട് മരിച്ചെന്ന് പറയാൻ പറ്റുമോ? എന്താ അവസ്ഥ? അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും അല്ലല്ലോ, നല്ല സ്ഥലമാണ്. എവിടെ ഇരുന്നങ്ങ് പോയാലും കുഴപ്പമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്ന രണ്ടാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? രണ്ടാമത്തെ വിഭാഗം പെണ്ണുങ്ങളാണ്. എങ്ങനെയുള്ള പെണ്ണെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, സഹാബാ, അള്ളാന്റെ റസൂല് പറയുന്നു, രണ്ടാമത്തെ വിഭാഗം പെണ്ണുങ്ങളാ. എങ്ങനെയുള്ള പെണ്ണുങ്ങളെന്നറിയുമോ? തന്റെ ഭർത്താവിന് കഴിവില്ലാന്നറിയാ, തന്റെ ഭർത്താവിന് വാങ്ങിച്ചു കൊടുക്കാൻ കഴിവില്ലെന്നറിഞ്ഞിട്ടും തന്റെ ഭർത്താവിനെ മാനസികമായി പീഡിപ്പിക്കുന്ന പെണ്ണേ, നിന്നോട് നാളെ പടച്ചവന് സംസാരിക്കൂല എന്ന് ത്വാഹാ റസൂലുള്ളാഹി. രണ്ടാമത്തെ വിഭാഗം ഭർത്താവിന് മനസമാധാനം കൊടുക്കാത്ത പെണ്ണ്. ഭർത്താവിന് മനസമാധാനം കൊടുക്കൂല. വീട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞ അപ്പോഴേ ആ മനുഷ്യന്റെ മുഖം ചുളിയും. കാരണം എന്തേ? ഭാര്യ വീട്ടിലുണ്ട്, വല്ലാത്ത പേടിയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കൂലിപ്പണിക്കാരനാ. ഒരു ദിവസം തന്റെ ഭാര്യക്കും മക്കൾക്കും എന്ത് വാങ്ങിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിച്ച് നടക്കാ. അപ്പോഴാ പെണ്ണ് പറയുന്നത് എനിക്ക് ആക്റ്റീവ വേണമെന്ന്. എങ്ങനെ ഇരിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ? ഇത് ഈ പേരും പറഞ്ഞിട്ടാണ് ഇന്ന് വെള്ളിയാഴ്ച പള്ളികളിൽ വിവാഹമോചനത്തിന്റെ തിരക്ക. തലാക്ക് പറയാൻ വേണ്ടി ക്യൂ നിൽക്ക, തലാക്ക് പറയുന്നതിന് വേണ്ടി ക്യൂ നിൽക്ക. എല്ലാവർക്കും നിസാരമായി പോയി. കുടുംബജീവിതത്തിന്റെ വിലയോ മഹത്വമോ ഒന്നും ആർക്കും അറിയില്ല. ഇത് പറയുമ്പോ പെണ്ണുങ്ങൾക്ക് എപ്പോഴും പരാതിയാ, എന്റെ വാപ്പ ലക്ഷങ്ങളും തന്ന് കെട്ടിച്ചു വിട്ടതാ. എനിക്കിവിടെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വേസ്റ്റ് കഴുവാൻ, നിങ്ങളുടെ വിയർപ്പ് കഴുവാൻ, നിങ്ങൾക്ക് ചോറ് വെക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല. എല്ലാരും പരാതിയാ. എപ്പൊ നോക്കിയാലും നമ്മുടെ ഭാര്യമാർക്ക് പരാതിയാ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, എന്റെ പ്രിയപ്പെട്ട ബാപ്പമാരെ, മക്കളെ കെട്ടിച്ചു വിടുമ്പോ മറക്കാതെ പറയണ്ട.